നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ധർത്തി ആബ ജനജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുമളി മന്നാൻ നഗർ സാംസ്കാരിക നിലയത്തിൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി. ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇടുക്കിയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മകരവിളക്കിന് മുന്നോടിയായി കൺട്രോൾ റൂം 16 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ശബരിമല മണ്ഡലകാലത്തെ വരവേൽക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് സേന സജ്ജമായതായി എറണാകുളം റേഞ്ച് DIG തോംസൺ ജോസ്. ജില്ലയിൽ പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്ത പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ചികിത്സ തേടേണ്ടതാണെന്നും മുന്നറിയിപ്പ്. കാട്ടാനകൾക്ക് വേണ്ടി ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിങ്ങിന്റെ കടക്കൽ കത്തിവെച്ച വനം വകുപ്പ്. സീപ്ലെയിൻ പദ്ധതിയെയും അട്ടിമറിക്കുമെന്ന് ആശങ്ക. കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് സീപ്ലെയിൻ പദ്ധതി തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി വനം വകുപ്പ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് കത്തയച്ചിരുന്നു. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ആനയിറങ്കലിലെ ബോട്ടിംഗ് നിലച്ചത് വനം വകുപ്പിന്റെ ഇടപെടൽ മൂലം. വിശദമായ വാർത്തകൾ. ധർത്തി ആബ ജനജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുമളി മന്നാൻ നഗർ സാംസ്കാരിക നിലയത്തിൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി. ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദിവാസി മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പാക്കി വരികയാണ്. ആദിവാസി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത പ്രദേശങ്ങളിലേതുപോലെ ഉയർത്തണം. ഇതിനായി സമൂഹം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിതമായ ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു. നരേന്ദ്രമോദി പറയുന്നത് ഈ വികസിത രാജ്യത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ 8 മീറ്റർ നീളത്തിൽ ഒരു ഗ്രാമത്തിലേക്ക് വഴി വെട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ കണക്ടിവിറ്റി പൂർത്തിയാക്കി. എന്തിനുള്ളതാ? വികസിത ഭാരതത്തിനുള്ളത്. എന്ന് പറയാൻ മനസ്സിലായി കാണില്ല. വഴിയില്ലെങ്കിൽ നടന്നു വരും, അല്ലെങ്കിൽ സൈക്കിളിൽ വരും, അങ്ങനെയൊക്കെ വരാൻ സാധിക്കും. പക്ഷേ വാഹനത്തിലുള്ള കണക്ടിവിറ്റി, അത് ആ മെയിൻ റോഡിലേക്ക് ആ വഴി വന്നിട്ട് അവിടുന്ന് വാഹനത്തിൽ പോയിട്ട് എയർപോർട്ടിൽ പോയാൽ വിദേശത്തേക്ക് പോകാം. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് രാജ്യത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ആ മെമ്പർ വികസിത രാജ്യത്തിന് വേണ്ടിയുള്ള അയാളുടെ സംഭാവന ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെയുള്ള എല്ലാ ഭരണാധികാരികളും, എല്ലാ ജനപ്രതിനിധികളും, എല്ലാ ഭരണകൂടങ്ങളും, ഓരോ തലമുറയും എല്ലാം തന്നെ വികസിത രാജ്യത്തേക്ക് അല്ലെങ്കിൽ വികസിത ഭാരതത്തിലേക്കുള്ള ആ ചുവടുവെപ്പ് നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് അതെങ്ങനെ ചെയ്തോ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്കറിയാം. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകൾ, അതുപോലെ തന്നെ ഓരോ കുടുംബനാഥന്മാർക്കും അറിയാം അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടത്. തൻ്റെ മക്കളെ ഒരു സാങ്കേതിക വിദ്യ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം. വികസിത ഭാരതത്തിലേക്കുള്ള അവരുടെ സംഭാവന അവർ ചെയ്തു കഴിഞ്ഞു. അത് ഒരുപക്ഷെ ITI ആയിരിക്കാം, പോളിടെക്നിക് ആയിരിക്കാം, ഹോട്ടൽ മാനേജ്മെന്റ് ആയിരിക്കാം, മൾട്ടിമീഡിയ ആയിരിക്കാം, ടൈപ്പ് റൈറ്റിംഗ് ആയിരിക്കാം, എന്തുമാകാം, എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ MBBS ഒക്കെ ആയിരിക്കാം. അങ്ങനെ ആ കുട്ടിയെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ പേരൻസിന്, ആ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം, ഞാൻ വികസിത ഭാരതത്തിന് വേണ്ടി എൻ്റെ മക്കളെ തയ്യാറാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. വാഴൂർ സോമൻ MLA, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആദിവാസി ഊരുകളിലെ ഊരുമൂപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. കേരളത്തിൽ വയനാട്, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. 89 പട്ടികവർഗ ഗ്രാമങ്ങൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഉപജീവന മാർഗം എന്നിങ്ങനെ 4 മേഖലകളിലായി പട്ടികവർഗ ജനങ്ങളുടെ സമഗ്ര വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
സേവനങ്ങൾ നിലവിൽ നടപ്പിലായ സമ്പൂർണ്ണ പദ്ധതികൾക്ക് പിന്തുണാ സേവനങ്ങളും പദ്ധതികളിലെ വിടവുകൾ കണ്ടെത്തി പ്രശ്നപരിഹാരം കാണലും ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സുപ്രധാന സേവനങ്ങൾ ഏറ്റവും വിദൂര ഗോത്ര മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. സംയോജിത പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, 17 കാര്യനിർവഹണ മന്ത്രാലയങ്ങളുടെ ഒത്തുചേരൽ, 25 വ്യത്യസ്ത മേഖലകളിലുള്ള ഇടപെടലുകളിലൂടെയുള്ള ഗോത്ര ശാക്തീകരണം എന്നിവയാണ് പദ്ധതിയുടെ കാതൽ. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇടുക്കിയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മകരവിളക്കിന് മുന്നോടിയായി കൺട്രോൾ റൂം 16 മുതൽ പ്രവർത്തനം ആരംഭിക്കും. അതിർത്തി മേഖലയിലെത്തുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികളും അവസാന ഘട്ടത്തിലാണ്. മകരവിളക്കിന്റെ ഭാഗമായി കളക്ടറേറ്റിലും മഞ്ചുമല വില്ലേജ് ഓഫീസിലുമായി 24 മണിക്കൂർ സേവനവുമായി 2 കൺട്രോൾ റൂമുകളാണ് ഇടുക്കിയിൽ പ്രവർത്തിക്കുക. ഇതോടൊപ്പം രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും 16 മുതൽ ആരംഭിക്കും. തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴിയെത്തുന്ന തീർത്ഥാടകർ ആദ്യം എത്തുന്ന കമ്പംമേട്ടിലും കുമളിയിലും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. തിരക്ക് വർദ്ധിക്കുന്നതോടെ ശബരിമലയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കമ്പംമെട്ട്, കട്ടപ്പന വഴിയും തിരികെ കുമളി വഴിയുമെന്ന ക്രമീകരണം സ്വീകരിക്കും. കമ്പംമെട്ടിലെ ഇടത്താവളത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ടൗണിൽ കൂടുതൽ വഴിവിളക്കുകളും സ്ഥാപിച്ചതായി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ പറഞ്ഞു. ശബരിമല ഇടത്താവളത്തിന്റെ കമ്പംമെട്ടിലെ പണികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടികളോടെ കാട് വെട്ടിത്തെളിച്ചു, കളനാശിനി അടിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവിധ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. കമ്പംമെട്ട ഇടത്താവളത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ നല്ല സമീപനമാണ് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂമുകൾ എല്ലാം തന്നെ നല്ല ക്ലീനാക്കി അവിടെ എല്ലാം വൃത്തിയാക്കി കമ്പംമെട്ട ടൗണും പരിസരവും വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ തേനി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധനയും ശക്തമാക്കി. അയ്യപ്പന്മാർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ വിവിധ മേഖലകളിൽ പോലീസ്, ആരോഗ്യവകുപ്പ്, റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ നടത്തും. ശബരിമല മണ്ഡലകാലത്തെ വരവേൽക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് സേന സജ്ജം. എറണാകുളം റേഞ്ച് DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലകാല ഉത്സവത്തോടനുബന്ധിച്ച് പ്രധാന ഇടത്താവളങ്ങളായ കുമളി, വണ്ടിപ്പെരിയാർ, സത്രം, പുല്ലുമേട്, പീരുമേട്, കുട്ടിക്കാനം, പെരുവന്താനം ഉൾപ്പെടെയുള്ള ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷയുടെ ഭാഗമായുള്ള പോലീസ് സേന സജ്ജമായി കഴിഞ്ഞു. 10 ക്ലസ്റ്ററുകളിലായി 412 പോലീസ് സേനാംഗങ്ങളും 150ഓളം സ്പെഷ്യൽ പോലീസും ഉണ്ടാകും. ഇതിനു മുന്നോടിയായി എറണാകുളം റേഞ്ച് DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രത്യേക യോഗം ചേർന്നു. ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകണമെന്നും തീർത്ഥാടകരോട് മാന്യമായ രീതിയിൽ പെരുമാറണമെന്നും DIG തോംസൺ ജോസ് സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. അടിസ്ഥാനപരമായിട്ട് SP പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ഒന്ന്, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ പെരുമാറ്റം കൊണ്ട് ഒരു വിഷയം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കുക. കാരണം നമുക്കറിയാം, വലിയ രീതിയിൽ ശബരിമല എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിനൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. ആ സെൻസിറ്റിവിറ്റി ഒരു പോലീസുകാരനിൽ മാത്രം ഒതുങ്ങുന്ന സെൻസിറ്റിവിറ്റി അല്ല. അത് എന്താ പറയുക, സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഒരു വിഷയമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സെൻസിറ്റിവിറ്റി ശബരിമലയ്ക്ക് ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോ നമ്മളുടെ ഓരോ പ്രവൃത്തിയും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. അയ്യപ്പ ഭക്തർക്കായി കൃത്യമായ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഏതു സമയത്തും അയ്യപ്പ ഭക്തർക്ക് പോലീസ് സേനയുടെ സേവനം ലഭ്യമാക്കും. കഴിഞ്ഞ മണ്ഡലകാലത്ത് സത്രത്തിലുണ്ടായ തിരക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. ഏകദേശം 412ഓളം പോലീസുകാരെ നമ്മൾ ഈ സ്കീമുമായിട്ട് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടിട്ട് കട്ടപ്പന, പീരുമേട് സബ് ഡിവിഷനിലായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ട്രാഫിക് ക്രമീകരണങ്ങളും മറ്റ് ലോജിസ്റ്റിക് ആയിട്ടുള്ള മാൻ പവർ റിലേറ്റഡായിട്ടുള്ള ചാലഞ്ചസൊക്കെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ഡിപ്ലോയ്മെൻറ്റോട് സാധിക്കുന്നതാണ്. പോലീസുമായിട്ട് എല്ലാ സഹകരണവും എല്ലാ ഭക്തരുടെ ഭാഗത്തുനിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരിച്ചും പോലീസിന്റെ നല്ല രീതിയിലുള്ള സഹകരണവും പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എല്ലാവിധ സഹകരണവും ഞങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു തീർത്ഥാടനകാലം ഈ വർഷം കൂടെ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുല്ലുമേട്ടിലും സത്രത്തിലും ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് റേഞ്ച് DIG സേനാ അംഗങ്ങളുമായി ചർച്ച നടത്തി. യോഗത്തിൽ കട്ടപ്പന ASP രാജേഷ് കുമാർ, DYSPമാരായ സജീവ് ചെറിയാൻ, വിശാൽ ജോൺസൺ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.
വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെയുള്ള ശരണമന്ത്രങ്ങൾ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ അയ്യപ്പ ഭക്തരെ ഇതുവഴി കടത്തിവിട്ടു തുടങ്ങും. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ട താൽക്കാലിക ശൗചാലയങ്ങളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നാണ് പരാതി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലായി അയ്യപ്പഭക്തർ സത്രം വഴി എത്തുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഭക്തർക്ക് ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. അടുത്ത ദിവസം മുതൽ ഇതുവഴി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനവും നൽകി തുടങ്ങും. ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധർ ശർമ്മ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സത്രം ദേവസ്വത്തിൽ അയ്യപ്പ ഭക്തർക്ക് എല്ലാ വർഷവും നൽകി വരുന്ന സൗകര്യങ്ങളിൽ നിന്ന് വളരെ കൂടുതൽ സൗകര്യങ്ങൾ ഇത്തവണ ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്തർക്ക് മല കയറി പോകുന്ന ഭാഗത്തുള്ള ബാരിക്കേഡ് സംവിധാനങ്ങൾ ടോപ്പിലുള്ളത്, ഫോറസ്റ്റ് സഹകരണങ്ങളും, അതുപോലെ ഈ വർഷം മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന അയ്യപ്പന്മാർക്ക് അത്താഴ കഞ്ഞി, അതുപോലെ ചുക്കുവെള്ള വിതരണം, ഇതൊക്കെ ഈ വർഷം കൂടുതലായിട്ട് തന്നെ ഭക്തർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വരുന്നു. ആദ്യമായിട്ടാണ് ഈ വർഷം ഇത് തുടങ്ങി വെക്കുന്നത്. അതേസമയം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കാനനപാതയിലൂടെ തീർത്ഥാടനം തുടങ്ങാനിരിക്കെ ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ വർഷം ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരാണ് പരമ്പരാഗത കാനനപാതയിലൂടെ ആദ്യം ശബരിമല ദർശനം നടത്തുക. ఆంధ్రప్రదేశ్ ఈస్ట్ గోదావరి సీతానగర మండలం ముగ్గల గ్రామం నుంచి మేము బయలుదేరాం స్వామి. 47 డేస్కి ఇక్కడికి చేరుకున్నాం. ఇది మా మొదటి పాదయాత్ర. மல்லானூர்லேருந்து வந்துருக்கிறோம். இன்னைக்கு 15 டேஸ். இதே வழி தான் 6வது முறை நான் வந்துருக்கிறேன். ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലീസ്, ദേവസ്വം, വനംവകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്ത പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. മനുഷ്യന്റെ കരളിനെ മാരകമായി ബാധിക്കുന്നത് മൂലം ചികിത്സ യഥാസമയം ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മഞ്ഞപ്പിത്തം. മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്ത രോഗിയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ ഈ രോഗം പകരാം. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 2 മുതൽ 6 ആഴ്ച വരെ എടുക്കും. പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, വയറുവേദന, ഛർദി, വയറിളക്കം, കടുത്ത നിറത്തിലുള്ള മൂത്രം, കണ്ണ്, ത്വക്ക്, നഖങ്ങൾ എന്നിവയിൽ മഞ്ഞനിറം തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. എന്നാൽ ഭൂരിഭാഗം അസുഖബാധിതരിലും പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ രോഗം കാണപ്പെടുന്നു. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഭക്ഷണ ശുചിത്വം തുടങ്ങിയവ പ്രതിരോധ മാർഗങ്ങളായി പാലിക്കണം. നന്നായി തിളപ്പിച്ചതും കുറഞ്ഞത് 1 മുതൽ 2 മിനിറ്റെങ്കിലും വെട്ടിത്തിളച്ചതുമായ വെള്ളം മാത്രം കുടിക്കണം. കിണറും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളും 2 ആഴ്ചയിൽ ഒരിക്കൽ ക്ലോറിനേറ്റ് ചെയ്യണം. മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിക്കുന്നവർ കുടുംബാംഗങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും 3 ആഴ്ചത്തേക്ക് അകന്നു നിൽക്കുക. പഴകിയ ആഹാരം കഴിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. കാട്ടാനകൾക്ക് വേണ്ടി ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗിന്റെ കടയ്ക്കൽ കത്തിവെച്ച വനംവകുപ്പ് സീപ്ലെയിൻ പദ്ധതിയെയും അട്ടിമറിക്കുമെന്ന് ആശങ്ക. കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് സീപ്ലെയിൻ പദ്ധതി തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് കത്തയച്ചിരുന്നു. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ആനയിറങ്കലിലെ ബോട്ടിംഗ് വനംവകുപ്പിന്റെ ഇടപെടൽ മൂലമാണ് നിലച്ചത്. അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് 2023 ജൂലൈ 14 ആനയിറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത്. ആനയിറങ്കൽ മേഖലയിലെ കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് ബോട്ടിംഗ് വിഘാതം സൃഷ്ടിക്കുന്നുവെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവുണ്ടായത്. ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ കോടതി അന്തിമ തീരുമാനമെടുക്കാത്തത് മൂലം ഹൈഡൽ ടൂറിസം വിഭാഗത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് ജീവനക്കാർ പറയുന്നു. ഇവിടെ ബോട്ടിംഗ് നിന്നു പോയതോടുകൂടി ഇവിടെ സഞ്ചാരികളെല്ലാം വരുന്നത് കുറവാണ്. പിന്നെ ഇവിടെ ഇവിടെ വരുന്ന സഞ്ചാരികളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇവിടെ എല്ലാം. ഇവിടെ ഇതൊരു പാർക്കാണ്, എലിഫന്റ് വാലി എന്ന് പറഞ്ഞ പാർക്കാണ്. ബോട്ടിംഗ് നിന്നോടുകൂടി ഇപ്പൊ സഞ്ചാരികൾ വരാതായതോടുകൂടി ഞങ്ങളിവിടെ പ്രതിസന്ധിയിലാണ്. അപ്പം ഉടനെ ഇത് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. 2023 ഏപ്രിൽ 29 അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കാടുമാറ്റി 2.5 മാസം കഴിഞ്ഞാണ് ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചത്. അതിനുശേഷം പലതവണ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വന്നെങ്കിലും ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനമായില്ല.
ജലാശയത്തിന്റെ 10% സ്ഥലം മാത്രമാണ് നിലവിൽ ബോട്ടിംഗിന് ഉപയോഗിക്കുന്നതെന്നും ഹൈഡൽ വിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. 2 സ്പീഡ് ബോട്ടുകൾ, 1 പൊൻറ്റൂൺ ബോട്ട്, 4 പെഡൽ ബോട്ടുകൾ, 7 കുട്ടവഞ്ചികൾ, 10 കയാക്കിംഗ് വഞ്ചികൾ എന്നിവയാണ് ആനയിറങ്കലിൽ സർവീസ് നടത്തിയിരുന്നത്. ബോട്ടിംഗ് നിർത്തിയതോടെ ആനയിറങ്കൽ ജലാശയം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു. നിലവിൽ സീസണിൽ പ്രതിദിനം 150 അവധി ദിവസങ്ങളിൽ 300 സഞ്ചാരികളാണ് ആനയിറങ്കൽ സന്ദർശിക്കാൻ എത്തുന്നത്. ബോട്ടിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഇതിന്റെ 4 ഇരട്ടി സന്ദർശകരാണ് ആനയിറങ്കലിലേക്ക് വന്നിരുന്നത്. അവധി ദിവസങ്ങളിൽ ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ വരുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ പകുതി പോലും ലഭിക്കുന്നില്ലെന്ന് പ്രദേശത്തെ വ്യാപാരികൾ പറയുന്നു. ശരിക്കും ബോട്ടിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നല്ല തിരക്കും, നല്ല 10-15 രൂപയുടെ അടുത്തൊക്കെ കച്ചവടം വരുന്ന സമയമാണിത്. 8:30 മുതൽ ഗസ്റ്റ് കയറി വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായി പോയി. ഞങ്ങളുടെ ബിസിനസ് വളരെ വളരെ മോശമായിട്ടായിരിക്കണേ. ശരി, ഇത് ഹൈഡലിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ലീസിനെടുത്തിട്ട് നടത്തുന്നതാണ് ശരിക്കും ഈ സ്ഥാപനം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെന്റ് പോലും അടയ്ക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ ജോലി ചെയ്യുന്ന ഒരാളുമാണ്. ഈ സ്ഥാപനമൊക്കെ ഇപ്പൊ അടച്ചുപൂട്ടാനുള്ള ഒരു അവസ്ഥയിൽ ആയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഉടനെ ഈ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഈ സ്ഥാപനവുമായിട്ട് കഴിയുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ, ഞങ്ങൾക്കൊക്കെ ജീവിച്ചു പോകണ്ടേ, ഞങ്ങളുടെ കുടുംബം നോക്കണ്ടേ. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ ഇത് ഒരിക്കലും അടച്ചു പൂട്ടരുത്. ഇങ്ങനെ ഒരു നല്ല സംരംഭമായിരുന്നു ഇത്. ഒരിക്കലും അടച്ചു പൂട്ടാൻ പാടില്ല. ബോട്ടിംഗ് പുനരാരംഭിക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. ശബ്ദരഹിത ബോട്ടുകളുടെ ഉപയോഗം, ബോട്ട് സവാരിയുടെ ദൂരപരിധി കുറയ്ക്കുക, വാഹന പാർക്കിംഗ് മറ്റൊരിടത്തേക്ക് മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളിൽ കോടതി ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ നിലപാട് തേടിയിരുന്നു. ബോട്ടുകൾ ശബ്ദരഹിതമാക്കുന്നതിൽ ഹൈഡൽ ടൂറിസം വിഭാഗം അനുകൂല നിലപാടാണ് കോടതിയെ അറിയിച്ചത്. അടിമാലി 14-ാം മൈലിൽ ദേശീയപാത നവീകരണ ജോലികൾക്കിടെ ഒറീസ സ്വദേശിക്ക് ദാരുണാന്ത്യം. ഒറീസ സ്വദേശിയായ രാകേഷ് കുമാർ നാഥാണ് മരിച്ചത്. മണ്ണുമാന്തി യന്ത്രം ദേഹത്ത് കയറിയാണ് അപകടമുണ്ടായത്. അപകടമുണ്ടായപ്പോൾ തന്നെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടിമാലി 14-ാം മൈലിൽ ദേശീയപാത നവീകരണ ജോലികൾക്കിടെ അപ്രതീക്ഷിതമായി അപകടം സംഭവിക്കുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം യുവാവിന്റെ ദേഹത്തു കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒറീസ സ്വദേശിയായ രാകേഷ് കുമാർ നാഥ് മരിച്ചു. അപകടമുണ്ടായ ഉടൻ തന്നെ യുവാവിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടായ സ്ഥലത്ത് രാകേഷ് കുമാർ നാഥ് നിർമ്മാണ ജോലികൾ നോക്കി നിൽക്കുകയായിരുന്നുവെന്നും വലിയ മണ്ണുമാന്തി യന്ത്രമായിരുന്നതിനാൽ സമീപത്ത് രാകേഷ് കുമാർ നാഥ് നിൽക്കുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും അബദ്ധത്തിൽ യുവാവിന്റെ ദേഹത്ത് മണ്ണുമാന്തി യന്ത്രം കയറുകയായിരുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. ഉപ്പതറ 9 ഏക്കർ അമ്പലമേട്ടിലെ അനധികൃത പാറ ഖനനത്തിന് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ. പീരുമേട് ഡെപ്യൂട്ടി തഹസിൽദാർ, ഉപ്പതറ വില്ലേജ് ഓഫീസർ എന്നിവരടങ്ങിയ റവന്യൂ സംഘമാണ് സ്ഥലത്തെത്തി ക്ഷേത്രം ഭാരവാഹികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പാറ ഖനനം നടത്തിയതിൽ കളക്ടർക്ക് റിപ്പോർട്ടും പോലീസിൽ പരാതിയും നൽകുമെന്ന് വില്ലേജ് അധികൃതർ വ്യക്തമാക്കി. പാറ ഖനനം നടത്തുന്ന ഭൂമി ക്ഷേത്രത്തിന്റെ കൈവശമുള്ളതാണ്. സംഭവത്തിൽ കളക്ടർക്ക് റിപ്പോർട്ടും പോലീസിൽ പരാതിയും നൽകുമെന്നും അധികൃതർ അറിയിച്ചു. പാറ ഖനനത്തിന് ഉപയോഗിച്ചിരുന്ന ഹിറ്റാച്ചി അടക്കമുള്ള സാമഗ്രികൾ റവന്യൂ അധികൃതർ എത്തുന്നതിന് മുൻപ് സ്ഥലത്തു നിന്നും മാറ്റിയിരുന്നു. അനധികൃതമായി പാറ പൊട്ടിച്ചു കടത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം HCN ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. ക്ഷേത്രത്തിന് സമീപത്താണ് വൻതോതിൽ പാറ ഖനനം നടന്നിരുന്നത്. ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുള്ള സംഘമാണ് പാറ ഖനനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം. ഇവർക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പാറ ക്വാറികളുണ്ടെന്നും ആക്ഷേപമുണ്ട്. ശാന്തൻപാറ ചൂണ്ടലിൽ കാട്ടാന ആക്രമണം. ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ച കാലമായി കാട്ടാനക്കൂട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 8 ആനകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടവും 5 എണ്ണമുള്ള മറ്റൊരു കൂട്ടവുമാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. ഷൺമുഖവേൽ, PS വില്യം, PT മുരുകൻ തുടങ്ങിയ കർഷകരുടെ തോട്ടങ്ങളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരിക്കുന്നത്. കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ തന്നെ തുടരുന്നത് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. ഇതുമൂലം നാട്ടുകാരും ഭീതിയിലാണ് കഴിയുന്നത്. കാട്ടാനക്കൂട്ടത്തെ മേഖലയിൽ നിന്നും തുരത്തുന്നതിനാവശ്യമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. പീരുമേട് പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാനശല്യത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ പീരുമേട് RRT ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു.
കഴിഞ്ഞ ഒരു മാസമായി പീരുമേട് ടൗൺ, തോട്ടാപ്പുര, ഗസ്റ്റ് ഹൌസ് ഭാഗം, മരീഗിരി സ്കൂൾ ജംഗ്ഷൻ, തട്ടാത്തിക്കാനം, പ്ലാക്കത്തടം, ഗ്ലെൻമേരി, ബദേൽ തോട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മരീഗിരി സ്കൂളിന് സമീപത്തെത്തിയ കാട്ടാന വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. കുട്ടികൾ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് CPMന്റെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ച RRT ഓഫീസ് ഉപരോധിച്ചത്. പീരുമേട് RRT ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, കൂടുതൽ വാഹനങ്ങൾ അനുവദിക്കുക, പീരുമേട്ടിൽ ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഒറ്റയാനെ മയക്കുവെടിവെച്ച് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഉപരോധ സമരം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിലവിലുണ്ടായിരുന്ന RRTയുടെ വാഹനം തകരാറിലാണ്. ആ വാഹനത്തിന് കേടുപാടുകൾ തീർക്കുന്നതിന് അടിയന്തരമായി ഇടപെടുകയും ഒരു പുതിയ വാഹനവും കൂടി ഈ പ്രത്യേക സാഹചര്യത്തിൽ പീരുമേട് RRTക്ക് അനുവദിക്കുകയും വേണം. അത് മിനിഞ്ഞാന്ന് തീരുമാനമായി നിലവിലുള്ള വാഹനം മെയിൻ്റനൻസ് ചെയ്യുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിന് അവർക്ക് അനുവാദം കൊടുത്ത് പീരുമേട് DFO PTRന്റെ DFO ഇടപെട്ട് അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനയെ കാട്ടിനകത്തേക്ക് കയറ്റി വിടണമെന്നുള്ള ആവശ്യം 17 മുതൽ നിരന്തരമായി വനം വകുപ്പ് അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CPIMന്റെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ പറഞ്ഞതുപോലെ ഒട്ടേറെ സമരങ്ങൾ വനം വകുപ്പിന്റെ ഓഫീസിന് മുമ്പിലേക്കും RRTയുടെ ഓഫീസിന് മുമ്പിലേക്കും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരങ്ങളും ഇടപെടലുകളും നടത്തിയിട്ടുമുണ്ട്. CPM പീരുമേട് ഏരിയ സെക്രട്ടറി S. ആബു, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് YM ബെന്നി, പീരുമേട് ലോക്കൽ സെക്രട്ടറി VS പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. CR സോമൻ, PA ജേക്കബ്, KB സിച്ചുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പീരുമേട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്ന് പീരുമേട് MLA വാടൂർ സോമൻ. ഇത് സംബന്ധിച്ച് 18-ാം തീയതി സർവകക്ഷി യോഗം പീരുമേട്ടിൽ നടക്കും. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയതിലുപരി സ്കൂൾ കുട്ടികൾക്ക് ഭീഷണിയായതോടെയാണ് പ്രതിഷേധമുയരുന്നത്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം സമർപ്പിച്ചതായും MLA പീരുമേട്ടിൽ പറഞ്ഞു. തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഗവേണിംഗ് ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ DDമാർ ഉൾപ്പെടെ ഉന്നതരായ മുഴുവൻ ഫോറസ്റ്റ് ഒഫീഷ്യൽസും അവിടെ പങ്കെടുത്തിരുന്നു. അവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇത് പരിഹരിക്കാനുള്ള ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളണമെന്നുള്ളതാണ് പറയാനുള്ളത്. നിലപാടുകൾ കൈക്കൊള്ളണമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റേഞ്ച് ഓഫീസ് ഇല്ല. ഇടുക്കി ജില്ല പീരുമേട് മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ റേഞ്ച് ഓഫീസ് കോട്ടയം ജില്ലയിൽ എരുമേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വനഭാഗം 90% പീരുമേട് മണ്ഡലത്തിലാണ്. അതുകൊണ്ട് പീരുമേട്ടിൽ അടിയന്തരമായും റേഞ്ച് ഓഫീസ് ആരംഭിച്ച ഫോറസ്റ്റ് ഫോഴ്സിനെ സജ്ജമാക്കിയെങ്കിൽ മാത്രമേ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുവാൻ കഴിയൂ. CPM ഉപ്പുതറ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളന നഗരിയിൽ നിന്നും പ്രകടനമായി പ്രവർത്തകർ ഉപ്പുതറ ടൗണിലെത്തിയ ശേഷം പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. മുതലാളിത്തത്തിന് മനുഷ്യത്വമില്ല എന്ന് തെളിയിച്ച കോവിഡ് കാലത്ത് മാനവ സമൂഹത്തെ കൊല്ലാതെ നോക്കിയ ക്യൂബയാണ് സോഷ്യലിസത്തിന്റെ മാതൃകയെന്നും മനുഷ്യന്റെ ഐക്യത്തെ തകർക്കുക എന്നത് BJPയുടെ അജണ്ട മാത്രമാണെന്നും CB വർഗീസ് പറഞ്ഞു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ് പട്ടാമ്പിയിൽ ഒരു പട്ടി ജനിച്ചു, വിക്കി ഭരിക്കുന്നു, നമ്പൂരിച്ച നാട് ഭരിച്ച നാട് മുടിയെ കട്ടായി. ഇപ്പോഴത്തെ മുതലാക്കിയ അമ്പത്തി ഇപ്പൊ കോൺഗ്രസ് പറയുന്നതിന EMS നല്ല കമ്മ്യൂണിസ്റ്റ് പറയുന്നില്ലേ, AK നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പറയുന്നില്ലേ.
ആ AKG 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായി ശ്രീമതി ഗാന്ധിയുടെ ഭരണകൂടം ജയിലടച്ചു. കാരാഗൃഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അടച്ചതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ അടിയന്തരാവസ്ഥ കാലരാത്രി കൊണ്ടുപോയി 10 കിലോ കട്ടിക്കാണ് അന്നത്തെ പോലീസ് ഭരണകൂടം പുറത്തിടിച്ചത്. 10 കിലോ കട്ടിക്ക്. ആ വർധനമേറ്റ് ജയിലിലേക്ക് വരുന്ന അവസാനം ലോക്കപ്പിൽ വീണ പിണറായി കൊണ്ടുപോയി ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോ ചോര വാർന്നു വരുന്ന പിണറായിയെ കണ്ടുകൊണ്ട് ആ ജഡ്ജി പോലീസുകാരോട് ചോദിച്ചു, കർത്താവ് യേശുദേവനെ പീഡിപ്പിച്ചതിനേക്കാൾ കൂടുതൽ മർദ്ദനം ഈ ചെറുപ്പക്കാരന്റെ മേൽ 25 വയസ്സുള്ള പിണറായി 10 കിലോ കട്ടിക്കടിച്ചു. ആ 10 കിലോ കട്ടിക്കടിച്ചത് കേവലമായ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റിനെയാണ്. ആ പോരാട്ടം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ശ്രീമതി ഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 77 നമ്മൾ എല്ലായിടത്തും എഴുതി വെച്ചു, ഇന്ത്യ നശിക്കും, ഇന്ത്യ ജയിക്കും. ഏരിയ സെക്രട്ടറി MJ വാവച്ചൻ, സജി ടൈറ്റസ്, ഷീല രാജൻ, VP ജോൺ, K കലേഷ് കുമാർ, B അനൂപ്, ബിജു ചെമ്പ്ലാവൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ മതനിരപേക്ഷ സർക്കാരാണ് കേരളത്തിലേതെന്ന് അദ്ദേഹം പറഞ്ഞു. CSI ഗാർഡനിൽ വെച്ചാണ് CPM കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ സമ്മേളനം നടന്നത്. മുതിർന്ന അംഗം T വാസു പതാക ഉയർത്തി. തുടർന്ന് റെഡ് വോളണ്ടിയർ മാർച്ചും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണ മതനിരപേക്ഷ സർക്കാരാണ് കേരളത്തിലേതെന്നും റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോഴൊന്നുണ്ടാവും, വർഗീയത ഉണ്ടാവും. ഒരു നല്ല മതവിശ്വാസി ഒരിക്കലും ഒരു വർഗീയവാദിയല്ല. ഒരു വർഗീയവാദി ഒരിക്കലും ഒരു മതവിശ്വാസിയുമല്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാട്. അപ്പൊ എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള, പരസ്പരം ബഹുമാനിക്കുന്ന ഒരു രാജ്യം ആണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇത്രയും നല്ല കാഴ്ചപ്പാടൊക്കെ ഉള്ള ഈ പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ എന്തിനാണ് ഈ ഒരുപാട് സമ്പത്തുള്ള ആളുകൾ കൂടിയിട്ട് അവരുടെ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെ ഇത്രമാത്രം കടന്നാക്രമണം നടത്തുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ ചിലർക്ക് കലിയാണ്. പുസ്തക മാധ്യമങ്ങൾക്ക് വലിയ കലിയാണ്. ഒരു മാധ്യമത്തിന്റെ ഉടമ പറഞ്ഞത് വലിയ പ്രശസ്തമായ കാര്യമല്ലേ, കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യയും. അത്രയുണ്ട് വൈരാഗ്യം. അപ്പൊ നമ്മുടെ പാർട്ടിയുടെ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ചിലർക്ക് നമ്മളോട് വലിയ ശത്രുത. ഒന്ന്, നമ്മൾ അധികാരത്തിൽ വന്നാൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിനു ശേഷം നമ്മുടെ രാജ്യത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കും. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഭൂ ഉടമകളിൽ നിന്ന് ഭൂമി കൃഷിക്കാർക്ക് കൊടുക്കും. ഇതാണ് കട്ടപ്പന ഏരിയ സമ്മേളനം ഡിസംബർ 6, 7 തീയതികളിൽ കട്ടപ്പനയിലും, ജില്ലാ സമ്മേളനം 2025 ഫെബ്രുവരി 4 മുതൽ 6 വരെ തൊടുപുഴയിലും, സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 25 മുതൽ 28 വരെ കൊല്ലത്ത് നടക്കും. 24ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിലാണ് നടക്കുന്നത്. സമ്മേളനത്തിൽ നേതാക്കളായ VR സച്ചി, ടോമി ജോർജ്, KP സുമോദ്, PP ഷാജി, ജോയി ജോർജ്, MC ബിജു, KN ബിനു, പൊന്നമ്മ സുഗതൻ, KN വിനീഷ് കുമാർ, ഫൈസൽ ജാഫർ, TGM രാജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. ഉണർവ് 2024 സുവിശേഷ യോഗം 18 മുതൽ 24 വരെ കട്ടപ്പനയിൽ നടക്കും. വിവിധ പെന്തക്കോസ്റ്റ് സഭകളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. 18-ാം തീയതി വൈകിട്ട് 6:30 പാസ്റ്റർ ഷിബു ഫിലിപ്പ് സമർപ്പണ ശുശ്രൂഷ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെയർമാൻ പാസ്റ്റർ UA സണ്ണി, പാസ്റ്റർ ഏലിയാസ് ആൻഡ്രൂസ്, പാസ്റ്റർ സുഭാഷ് കുമരകം, പാസ്റ്റർ റോബിൻ ബാബു, റവറൻ ഡോക്ടർ VM ജേക്കബ്, പാസ്റ്റർ ജോയി പാറക്കൽ, പാസ്റ്റർ ജോബി T അലക്സ്, പാസ്റ്റർ ബിജോയ് മല്ലപ്പള്ളി എന്നിവർ സുവിശേഷ യോഗം നയിക്കും. കഴിഞ്ഞ വർഷവും നവംബർ മാസത്തിൽ 1-ാം ഉണർവ് കട്ടപ്പന CSI ഗാർഡനിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിൻ്റെ പിന്തുടർച്ച എന്നവണ്ണം ഈ വർഷവും 2-ാം ഉണർവ് കട്ടപ്പന എന്ന പേരിൽ തന്നെ ഈ നവംബർ മാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ കട്ടപ്പന CSI ഗാർഡനിൽ വെച്ച് 18-ാം തീയതി തിങ്കൾ മുതൽ 24-ാം തീയതി ഞായർ വൈകിട്ട് 9 മണി വരെ CSI ഗാർഡനിൽ വെച്ച് ഈ സുവിശേഷ യോഗങ്ങൾ നടത്തപ്പെടുന്നു. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ പെന്തക്കോസ്ത് സഭകളിലെ പ്രതിനിധികളും വിശ്വാസികളും പങ്കെടുക്കുന്ന ഈ യോഗങ്ങൾ കഴിഞ്ഞ വർഷം
വളരെ അനുഗ്രഹമായി നടന്നു. എന്നാൽ ഈ വർഷവും വിപുലമായിരിക്കുന്ന ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെയുമാണ് യോഗം. ഉണർവ് കട്ടപ്പന കൊയർ സംഘം ഗാനശുശ്രൂഷ നടത്തും. കട്ടപ്പന, ഇടുക്കി, ചപ്പാത്ത്, കുമളി, നെടുങ്കണ്ടം മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. പ്രതിദിനം 750 പേർ വരെ യോഗത്തിൽ പങ്കാളികളാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 18-ാം തീയതി വൈകിട്ട് 6:30 പാസ്റ്റർ ഷിബു ഫിലിപ്പ് സമർപ്പണ ശുശ്രൂഷ നടത്തും. വാർത്താ സമ്മേളനത്തിൽ പാസ്റ്റർ യു എ സണ്ണി, പാസ്റ്റർ സജി ജോൺ, പാസ്റ്റർ മോൻസി മാത്യു, പാസ്റ്റർ ജോബി ജോസഫ്, പാസ്റ്റർ അമൽ കെ യു, പാസ്റ്റർ അനൂഷ് എ സണ്ണി, പാസ്റ്റർ ടി എം സണ്ണി എന്നിവർ പങ്കെടുത്തു. മറയൂരിൽ 30,620 ചന്ദനത്തൈകൾ വെച്ചുപിടിപ്പിച്ച് വനം വകുപ്പിന്റെ മറയൂർ ചന്ദന ഡിവിഷൻ. ഇവ വളർച്ചയെത്തുമ്പോൾ 10,000 കോടി രൂപ വിലമതിക്കുന്ന ചന്ദനത്തടികൾ ഉണ്ടാകുമെന്നാണ് വനം വകുപ്പ് കണക്കുകൂട്ടുന്നത്. മറയൂർ റേഞ്ചിലെ നാച്ചുവയൽ ചന്ദന റിസർവിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ചന്ദനത്തൈകൾ നട്ടത്. ഇന്ത്യയിൽ സ്വാഭാവികമായി ചന്ദനമരങ്ങൾ വളരുന്ന ഏക സ്ഥലമാണ് മറയൂരിലെ ചന്ദനക്കാടുകൾ. ചന്ദനപ്പഴങ്ങൾ പക്ഷികൾ തിന്ന് വിസർജിക്കുന്ന വിത്തുകളാണ് ഈ മേഖലയിൽ സ്വാഭാവികമായി മുളയ്ക്കുന്നത്. വേരുകളിൽ ക്ഷതമേൽപ്പിച്ചാലും ചന്ദനത്തൈകൾ മുളച്ചു വരും. ഇങ്ങനെ വളർന്ന 30 സെന്റിമീറ്ററിൽ കൂടുതൽ വണ്ണമുള്ള 60,000 തൈകളാണ് നിലവിൽ മറയൂർ ചന്ദനക്കാടുകളിലുള്ളത്. 2004 മുമ്പ് 2 ലക്ഷത്തിലധികം ചന്ദനമരങ്ങൾ വനമേഖലയിലും 50,000 ചന്ദനമരങ്ങൾ സ്വകാര്യ ഭൂമിയിലും ഉണ്ടായിരുന്നു. കാലക്രമേണ ഭൂരിഭാഗവും മുറിച്ചു കടത്തി. മറയൂരിൽ ചന്ദന ഡിവിഷൻ രൂപവൽക്കരിച്ചതോടെ മോഷണം കുറഞ്ഞുവെങ്കിലും അപ്പോഴേക്കും മരത്തിന്റെ എണ്ണം 60,000-ആയി ചുരുങ്ങി. സ്വകാര്യ ഭൂമിയിലെ 90% നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് മറയൂർ വനമേഖലയിൽ വനംവകുപ്പ് വ്യാപകമായി തൈ നട്ടത്. 1 കിലോ ചന്ദന കാതലിന് ശരാശരി 15,000 രൂപ മുതൽ 20,000 രൂപ വരെ വില ലഭിക്കും. ഒരു മരം പൂർണ്ണ വളർച്ചയെത്തണമെങ്കിൽ 40 വർഷം മുതൽ 100 വർഷം വരെ വേണം. ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ 2024-25 വർഷത്തെ പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പീരുമേട് MLA വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ ഗുണമേന്മ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദിവാസി, തോട്ടം, തീരദേശം മേഖലകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ദിശ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. കണ്ണമ്പടി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളും വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. നമ്മുടെ പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഈ കർമ്മം ഔദ്യോഗികമായി ഉപയോഗിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഹെഡ്മാസ്റ്റർ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളൊക്കെ അതിൽ KSRTCയുടെ കാര്യം ഞാൻ ഇന്ന് തന്നെ വൈകിട്ട് 6:30 മണിക്ക് കുമളി ഡിപ്പോയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഉന്നയിക്കാം. ബാക്കി വിഷയങ്ങളൊക്കെ ആരും തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അത് തീർച്ചയായിട്ടും വനാവകാശ നിയമം അനുസരിച്ച് ആയിരുന്ന രേഖ നിങ്ങൾക്ക് കൈമാറി തരുന്നതാണ്. മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് എന്താണോ ചെയ്യാൻ പറ്റുക അതെല്ലാം സംബന്ധിച്ച് താമസമില്ല ഞാൻ ഇവിടെ എത്തി നിങ്ങളുടെ PTA യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ആയതെല്ലാം ചർച്ച ചെയ്യാമെന്ന് അറിയിക്കട്ടെ. വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, ഇതിനുവേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുക, മാനസികവും ശാരീരികവുമായ കരുത്ത് ആർജിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക, കുട്ടികൾക്ക് ആവശ്യമായ പഠന അന്തരീക്ഷം വീടുകളിൽ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി രക്ഷകർത്താക്കൾക്ക് അവബോധം നൽകുക, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വിധം രക്ഷിതാക്കളെ സജ്ജരാക്കുക, ആദിവാസി, ഗോത്ര, തീരദേശ, തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികളുടെ കഴിവുകളും സ്വഭാവ സവിശേഷതകളും തിരിച്ചറിഞ്ഞ് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പരിപാടിയിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി PR അധ്യക്ഷയായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബാബു K, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MT മനോജ്, മധു K, ഹണിമോൾ വിനു തുടങ്ങിയവർ സംസാരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി ഗ്രാമസഭയും ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ നിർണയ ക്യാമ്പും ഉപജീവന സഹായ ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. തങ്കമണി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു.
സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടിരിക്കുന്ന ഭിന്നശേഷി വിഭാഗം ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും ഒരു പൗരൻ എന്ന നിലയിൽ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കടമയും സമൂഹത്തിൽ നിർവഹിക്കുവാനും അവരെ സ്വന്തം നിലയിൽ പ്രാപ്തമാക്കുന്നതിനും അതോടൊപ്പം അവർക്കൊരു ഉപജീവനം കണ്ടെത്തുവാനും ഒരുക്കിക്കൊടുക്കുവാനുമാണ് സർക്കാർ ഇത്തരം ക്യാമ്പുകളും പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായി ഗ്രാമപഞ്ചായത്തുകൾക്ക് സർക്കാർ നൽകുന്ന ഫണ്ട് വിഹിതം ഉപയോഗപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് ഉപയോഗപ്രദമായ പദ്ധതികൾ പഞ്ചായത്ത് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. കുടുംബശ്രീ മിഷൻ, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ, വൊസാഡ്, തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ NCC യൂണിറ്റ് എന്നിവരുടെ സഹായത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന് തന്നെയാണ് നമ്മുടെ ഭിന്നശേഷി ഗ്രാമസഭയും ഭിന്നശേഷി കുട്ടികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. അവരുടെ ആവശ്യങ്ങൾ എന്താണോ, ഓരോരുത്തർക്കും പല പല ആവശ്യങ്ങളാണ്. അവരുടെ ആവശ്യങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാളും ഒത്തൊരുമിച്ചോടുകൂടി നമ്മൾ ഡോക്ടറിനെ ഇവിടെ എത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനാണ് നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പ്. ഇന്നലെ നമ്മൾ വയോജനങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി. അതിനകത്ത് നമ്മൾ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരിപാടിയിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിഞ്ചുമോൾ ബിനോയ്, MJ ജോൺ, ഷേർലി ജോസഫ്, ഷൈനി മാവോലിൽ, NR അജയൻ, CDS ചെയർപേഴ്സൺ ലിസി മാത്യു, ഡോക്ടർ ജംഷീദ് കെ, തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, ICDS സൂപ്പർവൈസർ മറിയാമ്മ ഡി തുടങ്ങിയവർ സംസാരിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആനുകൂല്യങ്ങളും സംരംഭങ്ങളും, മാനസികാരോഗ്യം, മെഡിസിൻ എന്നീ വിഷയങ്ങളെക്കുറിച്ച് വൊസാഡ് കോർഡിനേറ്റർമാരായ റോസ്മോൾ തോമസ്, മിനി ജോസ്, ക്യാമ്പ് കോർഡിനേറ്റർ റസിൽ പാപ്പാടത്തിൽ എന്നിവർ ക്ലാസ് നയിച്ചു. AT നവാസ്, അനുമോൾ MP, ത്രേസ്യമ്മ വർഗീസ്, ബിന്ദു PM, ബെറ്റി ജോസഫ്, മോളിക്കുട്ടി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പതറ കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടന്നു. വിമുക്തി മിഷൻ നോഡൽ ഓഫീസർ സാബുമോൻ MC പരിപാടി ഉദ്ഘാടനം ചെയ്തു. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ആദിവാസി മേഖലയിലെ ഉന്നമനം ലക്ഷ്യമാക്കി പോരാടിയിരുന്ന സ്വാതന്ത്ര്യ സമര നേതാവാണ് ബിർസ മുണ്ട. ഇദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് കിഴുകാനം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ സെമിനാർ വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MC നയിച്ചു. മെസ്സിയുടെ ലഹരി എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് അല്ലെ, പെലെ. അല്ലെങ്കിൽ യേശുദാസിനെ സംബന്ധിച്ച് ലഹരി പാട്ടാണ്. മനസ്സിലായില്ലേ? പ്രാസംഗികനെ സംബന്ധിച്ച് ലഹരി അതാണ്. കുട്ടികളെ സംബന്ധിച്ച് കളികളാണ്, ചെരികളാണ്, സന്തോഷമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്റെ കുടുംബമാണ് ലഹരി. കുടുംബമാണ് ലഹരി അങ്ങനെ കാണുമ്പോൾ. പക്ഷെ പുറത്തു നിന്നുള്ള ലഹരിയാണ് എന്ത് നമുക്ക് വേണ്ടാത്ത. ബാക്കി എല്ലാ ലഹരി നമുക്ക് വേണം. പുറത്തു നിന്നുള്ള കുറച്ച് ലഹരിയുണ്ട്. അതിപ്പോൾ പേര് പറഞ്ഞ ചില വസ്തുക്കൾ. കണ്ണമ്പടിയിലെ കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി വസ്തുക്കൾ വിതരണം ചെയ്തു. മേഖലയിലെ ഊരുമൂപ്പന്മാരെ ആദരിച്ചു. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രസാദ് കുമാർ B അധ്യക്ഷനായി. സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ സജിമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സത്യനാഥ്, രശ്മി PR തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഇടുക്കി കവല യൂണിറ്റിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ലോഡിംഗ് തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. CPM ഏരിയ സെക്രട്ടറി VR സജി യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 23 വർഷക്കാലമായി ജോലി ചെയ്തു വന്നിരുന്ന AM സുധാകരനും 30 വർഷമായി ജോലി ചെയ്തു വന്നിരുന്ന VK ബാബുവുമാണ് ജോലിയിൽ നിന്നും വിരമിച്ചത്. ഇടുക്കി കവല യൂണിറ്റിനെ ശക്തമായി കെട്ടുറപ്പിലേക്ക് നയിക്കാൻ AM സുധാകരനും VK ബാബുവും മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിരുന്നത്. എല്ലാ യൂണിയൻ അംഗങ്ങളും സംയുക്തമായാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇപ്പോൾ CI2വിൻ്റെ ഒരു തൊഴിലാളി മേഖലയിൽ ഈ ഏരിയയിലെ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടാണ് സഖാവ് ഈ ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. ആ ഏറ്റെടുത്ത ചുമതലയും മാതൃകാപരമായി ചെയ്യുന്നതിനും ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെയുള്ള INTUCയും BMSും ആദ്യം INTUC ആയിരുന്നു, പിന്നീട് BMS ആയി മാറിയ തൊഴിലാളി സഖാക്കളുമായി ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ തൊഴിൽ മേഖലയെ ശാന്തമായി കൊണ്ടുപോകുന്നതിനെല്ലാം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ശ്രീ ബാബുവും അത് രൂപത്തിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാബുവിൻ്റെ മകൻ ആണ് ഇവിടെ ജോലിക്ക് ഇറങ്ങുന്നത്. ഏറെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇവിടെ രാവിലെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യമുള്ളൊരു ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. പുതിയ കുട്ടികൾക്കും പുതിയ ചെറുപ്പക്കാർക്കും ഈ ജോലി ചെയ്യണമെങ്കിൽ കുറേ നാളത്തെ അധ്വാനമാണ്. കാരണം 2 വർഷം കഴിയുമ്പോൾ ഇട്ടേച്ച് പോവുകയാണ് പറഞ്ഞത്, 1 വർഷം കഴിയുമ്പോൾ. കാരണം വളരെ ചെറുപ്രായത്തിൽ വന്ന തൊഴിലാളികളാണ് ഇന്നും ഈ ജോലി കൃത്യമായി ചെയ്യുന്നത്.
ഇത്രയും കഠിനമായ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഏറ്റവും കഠിനമായ ജോലി കരിങ്കല്ലുമായി മല്ലിടുക. സഹപ്രവർത്തകർ ചേർന്ന് ഇരുവർക്കും ഉപഹാരങ്ങൾ നൽകി. KR പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടോമി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ബിനീഷ് കുമാർ, ലിജോ ബി ബേബി, MR റജി, ഷിബുലാൽ, KC ബിനോയ്, ഷിജോ PV, ജോർജ് B ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുട്ടികളുടെ ഹരിതസഭ നടന്നത്. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതും പുതുതലമുറകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരാനും മാലിന്യമുക്ത നവീകരണത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതസഭ നടത്തുന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വണ്ടൻമേട് പഞ്ചായത്തിന്റെ റോഡുകളിലൊക്കെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ചാക്കുകെട്ടൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റ് റോഡിൽ കിടന്ന് നടന്നില്ലായിരുന്നു. റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമായിരുന്നോ? ഒന്ന് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ മേലാത്ത രീതിയിലേക്കുള്ള വേസ്റ്റുകൾ. എന്നാൽ ഇപ്പം അതിലേക്ക് 99% കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും നമ്മൾ ഓരോരുത്തരും സ്വയം നന്നായില്ലെങ്കിൽ മാത്രം നമ്മൾ റെഡിയാക്കുള്ളൂ. അതിന് മുതിർന്നവരെ കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല. നിങ്ങൾ കുട്ടികൾ മാത്രം മനസ്സ് വെച്ചാലേ അതിനകത്ത് രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രതീക്ഷിക്കുക. നാളെ പോലെ നിങ്ങൾക്കൊരു ചെറിയ വരുമാനമായി പഞ്ചായത്തിലും നമ്മുടെ നാടും നന്നാവും. അതുകൊണ്ട് എല്ലാവരും അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഹരിതകർമ്മസേന ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ റെജി ജെയിംസ് കുട്ടികൾക്ക് മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോബർട്ട് T, സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മോളി എബ്രഹാം, MES ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സൈനബ BV തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അതാത് പ്രദേശത്തെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചർച്ച നടത്തി. ഇരട്ടയാർ നാങ്കുതൊട്ടിയിൽ മദ്യവിൽപ്പനയ്ക്കിടെ ഒരാൾ അറസ്റ്റിൽ. മീൻതത്തിയിൽ ജോസുകുട്ടിയാണ് 12 കുപ്പി വിദേശ മദ്യവുമായി കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്. ഇയാൾ മദ്യവിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 1/2 ലിറ്ററിന്റെ 12 കുപ്പി വിദേശ മദ്യവുമായി പിടിയിലായത്. രാജകുമാരി YMCAയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന അഖില ലോക പ്രാർത്ഥനാ വാരം സമാപിച്ചു. പ്രാർത്ഥനാവാര സമാപനം ഫാദർ എൽദോസ് പുളിക്കക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസയാത്ര പ്രപഞ്ചത്തിലൂടെ എന്ന ആപ്തവാക്യത്തിലൂടെ ലോകവ്യാപകമായി YMCAയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന അഖില ലോക പ്രാർത്ഥനാ വാരമാണ് സമാപിച്ചത്. ലോക സമാധാനത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടിയാണ് YMCAയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ വാരം സംഘടിപ്പിച്ചത്. രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന പ്രാർത്ഥനാ വാരത്തിന് രാജകുമാരി മാർ ബിസേലിയോസ് ചാപ്പലിൽ സമാപനം കുറിച്ചു. ഗലീലാക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനിപ്പള്ളി വികാരി ഫാദർ എൽദോസ് പുളിക്കക്കുന്നേൽ പ്രാർത്ഥനാവാര സമാപനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും സമൂഹത്തിലെ ജീവിതം, പക്ഷേ സമൂഹം അംഗീകരിക്കുകയും സമൂഹത്തിൽ മാതൃകയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം പറയാനായിട്ട് സാധിക്കുന്നത് വലിയ നല്ല കാര്യമാണ്. കാരണം നമ്മളെ ഒത്തിരി ആളുകൾ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ കാരണം സമൂഹത്തിലെ വീക്ഷിക്കുന്ന നമ്മുടെ കുടുംബത്തിലാവുമ്പോൾ നമ്മുടെ അമ്മമാരെ മക്കൾ വീക്ഷിക്കും. സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിതം കാഴ്ചവെക്കുന്നവരെ മറ്റുള്ളവരെ വീക്ഷിക്കും, അവരെ മാതൃകയാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയിലെ വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. YMCA രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് പിയൂസ് കറിയ, ഇടുക്കി സബ് റീജിയണൽ ജനറൽ കൺവീനർ സനു വർഗീസ്, MGM ITI സെക്രട്ടറി ബിജു ഐസക്, യൂണിറ്റ് ട്രഷറർ വർഗീസ് തോപ്പിൽ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി. വാക്സിനേഷന്റെ ആവശ്യകതയും എടുക്കാതിരുന്നാലുള്ള ദോഷങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണവും നടന്നു. എല്ലാ വർഷവും നവംബർ 10 ലോക രോഗപ്രതിരോധ കുത്തിവയ്പ് ദിനമായി ആചരിച്ചു വരികയാണ്. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും തുള്ളിമരുന്നുകളും വഴി പ്രതിരോധിക്കാനാവുന്ന രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം നടത്തുന്നത്. ലോകത്ത് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ ഒരു വർഷം നിരവധി മരണങ്ങളാണ് തടയാൻ സാധിക്കുന്നത്. വാക്സിനുകളുടെയും പ്രതിരോധ കുത്തിവയ്പ്പുകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനായി ലോക ആരോഗ്യ സംഘടന, അതായത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. മാരകമായ രോഗങ്ങൾ പടരുന്നത് തടയുന്നതിനും സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിനുമുള്ള വാക്സിനേഷൻ ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് ജനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരുകളുടെയും സംഘടനകളെയും പ്രേരിപ്പിക്കുന്നതിനും പ്രവർത്തനത്തിനുള്ള ആഗോള ആഹ്വാനമായി ഈ ദിനം പ്രവർത്തിക്കുന്നു.
രോഗം പകർന്നു കിട്ടുന്നതിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനോ അതിന്റെ ശക്തി കുറയ്ക്കുന്നതിനോ വാക്സിനേഷന് കഴിയും. ജനനം മുതൽ യഥാസമയം പ്രതിരോധ കുത്തിവയ്പ്പുകളും തുള്ളിമരുന്നുകളും നൽകി നമ്മുടെ കുഞ്ഞുങ്ങളെ മാരക രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിപാടി കാണാൻ നിരവധി ആളുകളെത്തി. കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി ലൂയിസ്, അധ്യാപകരായ സ്നേഹ ജെയ്സൺ, രശ്മി എബ്രഹാം, ആതിര പ്രദീപ്, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ഞാനാണ് റൊട്ടാവൈറസ് വാക്സിൻ. റൊട്ടാവൈറസ് അണുബാധ കുഞ്ഞുങ്ങളിൽ തുടർച്ചയായി വയറിളക്കം ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഈ അണുബാധയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകി കുടലുകളുടെ ആരോഗ്യം ഞാൻ വർദ്ധിപ്പിക്കുന്നു. കുഞ്ഞു ജനിച്ച് 6-ാം ആഴ്ചയിലും 10-ാം ആഴ്ചയിലും 14-ാം ആഴ്ചയിലുമാണ് എന്നെ കൊടുക്കേണ്ടത്. കാഞ്ചിയാർ മേപ്പാറ അങ്കണവാടിയിൽ ശിശുദിനാഘോഷവും അങ്കണവാടി ആധുനീകരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. ശിശുദിനാഘോഷത്തിന്റെയും വർണ്ണക്കൂടിന്റെയും ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ് നിർവഹിച്ചു. അങ്കണവാടി വർക്കർ സെലിൻ ഫിലിപ്പ്, രാധാമണി കെ, സ്നേഹ സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി റാലിയും സംഘടിപ്പിച്ചിരുന്നു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ചിന്നക്കനാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സംസ്ഥാനത്ത് തന്നെ പോലീസ് സ്റ്റേഷനില്ലാത്ത ഏക വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ. ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് ചിന്നക്കനാലിൽ എത്തുന്നതും താമസിക്കുന്നതും. പോലീസിന്റെ സാന്നിധ്യമില്ലാത്തതിനാൽ ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകളിൽ ക്രമസമാധാന പാലനം വെല്ലുവിളിയാണ്. കഴിഞ്ഞ ദിവസം സൂര്യനെല്ലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരന്റെ വീട്ടിൽ നിന്ന് 16 പവനോളം സ്വർണം മോഷ്ടിച്ച സംഭവം ഉണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ചിന്നക്കനാലിൽ അടിപിടി കേസുകളും ഉണ്ടാകാറുണ്ട്. ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകളിൽ മദ്യപശല്യവും രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പൊതുനിരത്തിലൂടെ സ്വൈര്യമായി സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ സ്ഥിരമായി പോലീസിന്റെ സാന്നിധ്യം വേണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇടുക്കി ജില്ലയിൽ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിന് ആവശ്യമായ ഒരു പോലീസ് സ്റ്റേഷൻ അത്യാവശ്യമാണ്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ സൂര്യനെല്ലി, കൊളുക്കുമല കേന്ദ്രീകരിച്ച് വൻ ടൂറിസമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടൂറിസം നിയന്ത്രിക്കാനും ചിന്നക്കനാലിലുള്ള എല്ലാ പൊതുജനങ്ങളെയും സംരക്ഷിക്കാനും ഇവിടെ പലതരത്തിലുള്ള റോബറികളും വഴക്കുകളും വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി സൂര്യനെല്ലി, ചിന്നക്കനാൽ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ചിന്നക്കനാൽ പഞ്ചായത്തിന് ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യമാണ്. ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർകളും ഇടുക്കി ജില്ലയിൽ ചുമതലയുള്ള ജലവിഭാഗ മന്ത്രി ബഹുമാനപ്പെട്ട റോസി അഗസ്റ്റിൻ അവർകളും മുൻകൈയെടുത്ത് ഇടുക്കി ജില്ലയിൽ ചിന്നക്കനാൽ പഞ്ചായത്തിന് ആവശ്യമായ ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് ചിന്നക്കനാൽ പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണ്. 20 കിലോമീറ്ററോളം അകലെയുള്ള ശാന്തൻപാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് ഉൾപ്പെടുന്നത്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ സ്ഥലം വിട്ടിരിക്കും. മുൻപ് സ്ഥിരമായി രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശമാണിത്. അന്നൊക്കെ താൽക്കാലിക പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സ്ഥിരം സാന്നിധ്യമില്ലാത്തതിനാൽ ചിന്നക്കനാൽ മേഖലയിൽ ഗതാഗത നിയമലംഘനങ്ങളും വ്യാപകമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
RNS സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 168, വിൽപ്പനയ്ക്ക് വന്നത് 43,078, വിൽപ്പന നടന്നത് 42,384, കൂടിയ വില 3,380, ശരാശരി വില 2,899. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ, ഏലം കൂടിയ വില 2,800, ഏലം ശരാശരി വില 2,400. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പൂ 900, കൊക്കോ 85, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,945 രൂപ, വെള്ളി 99. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധർത്തി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുമളി മന്നാൻ നഗർ സാംസ്കാരിക നിലയത്തിൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി. ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇടുക്കിയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മകരവിളക്കിന് മുന്നോടിയായി കൺട്രോൾ റൂം 16 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ശബരിമല മണ്ഡലകാലത്തെ വരവേൽക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് സേന സജ്ജമായതായി എറണാകുളം റേഞ്ച് DIG തോംസൺ ജോസ്. ജില്ലയിൽ പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്ത പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ചികിത്സ തേടേണ്ടതാണെന്നും മുന്നറിയിപ്പ്. കാട്ടാനകൾക്ക് വേണ്ടി ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിങ്ങിന്റെ കടയ്ക്കൽ കത്തിവെച്ച വനം വകുപ്പ്. സീപ്ലെയിൻ പദ്ധതിയെയും അട്ടിമറിക്കുമെന്ന് ആശങ്ക. കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് സീപ്ലെയിൻ പദ്ധതി തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി വനം വകുപ്പ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് കത്തയച്ചിരുന്നു. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ആനയിറങ്കലിലെ ബോട്ടിംഗ് നിലച്ചത് വനം വകുപ്പിന്റെ ഇടപെടൽ മൂലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.